വിശുദ്ധ ബൈബിളിലെ പ്രഭാഷകൻ അധ്യായങ്ങളുടെ ആമുഖം. ഗ്രന്ഥകർത്താവിനെയും ഗ്രന്ഥത്തിൻ്റെ ഉദ്ദേശ്യത്തെയും കുറിച്ചുള്ള സൂചനകൾ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്തു നിന്ന് ലഭിക്കുന്നു. ജെറുസലേംകാരനായ സീറാക്കിൻ്റെ മകൻ യേശു തൻ്റെ ജ്ഞാനത്തിൻ്റെ ബഹിർപ്രകാശമനുസരിച്ച് ഈ ഗ്രന്ഥത്തിലുള്ള അന്യാപദേശങ്ങളും ജ്ഞാനസമ്പൂർണമായ ഉപദേശങ്ങളും എഴുതി. ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനം സീറാക്കിൻ്റെ പുത്രൻ യേശുവിൻ്റെ വിജ്ഞാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. BC 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഗ്രന്ഥരചന നടന്നത്. സുഭാഷിതങ്ങളുമായി വളരെ സാമ്യമുള്ള ഈ ഗ്രന്ഥത്തിൽ ദീർഘകാലത്തെ വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചിന്തകളാണ് ഉള്ളത്. പ്രഭാഷകൻ അധ്യായങ്ങളുടെ ഘടനാതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് സാൻമാർഗിക നിർദ്ദേശങ്ങളാണ്. രണ്ടാമതായി ഇസ്രായേലിലെ മഹാന്മാരുടെ കീർത്തനങ്ങൾ. മൂന്നാമതായി കൃതജ്ഞതാസ്തോത്രം, വിജ്ഞാന തീഷ്ണതയെക്കുറിച്ചുള്ള ഗീതം എന്നിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവത്തിന് നന്ദി.